Brothers and sisters, to break the grip of corruption and black money, we have decided that the 500 rupee and 1000 rupee currency notes presently in use will no longer be legal tender from midnight to night. 2016 നവംബർ 8 രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ടിവിയിലൂടെ വന്ന ഇന്ന് അർദ്ധരാത്രി മുതൽ 500, 1000 തുടങ്ങിയ രൂപ നോട്ടുകൾ വെറും പേപ്പർ കഷ്ണങ്ങൾ മാത്രമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ രാജ്യം മുഴുവൻ ഒരു നിമിഷം സ്തംഭിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ നോട്ട് നിരോധനം നമ്മളിലൊക്കെ ഉണ്ടാക്കിയ ആഘാതം നമ്മൾ ആരും മറന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ രാജ്യത്ത് വീണ്ടും ഒരു വലിയ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നതായാണ് സൂചനകൾ. രാജ്യത്ത് വീണ്ടും നോട്ട് നിരോധനം വരുമോ? നിലവിലുള്ള നോട്ടുകൾ RBI പിൻവലിക്കാൻ പോവുകയാണോ? ഈ ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എങ്ങും ഉയരുന്നത്. ഈ അടുത്ത് പട്നയിലും മുംബൈയിലും നടന്ന റിസർവ് ബാങ്കിന്റെ നിർണായക യോഗങ്ങളിലെ പ്രധാന ചർച്ച ഇതൊക്കെയായിരുന്നു. നമ്മുടെ പേപ്പർ നോട്ടുകളുടെയൊക്കെ ഭാവി ഇനി എന്തായിരിക്കും? ഫോൺ പേയും ഗൂഗിൾ പേയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലെ? അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ഒരു ഡിജിറ്റൽ കാലത്ത് നോട്ടുകൾ അച്ചടിക്കാൻ മാത്രം RBI എന്തിനാണ് 6000 കോടി രൂപ എന്ന വൻ തുക ചെലവഴിക്കുന്നത്? ചിലവ് ചുരുക്കാൻ വേണ്ടി സെൻട്രൽ ബാങ്ക് രൂപം നൽകിയ ആ രഹസ്യ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വരും ദിവസങ്ങളിൽ ഇന്ത്യൻ കറൻസി വ്യവസ്ഥയിൽ സംഭവിക്കാൻ പോകുന്ന ആ മെഗാ വിപ്ലവം എന്താണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അജ്ന. അപ്പൊ ഞാൻ സ്ഥിരമായി എന്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും മിസ് ചെയ്യേണ്ട. നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ അവസാനം വരെ കാണുക. ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ രാജ്യത്ത് വീണ്ടും ഒരു നോട്ട് നിരോധനം ഉണ്ടാകുമോ? അറിയേണ്ടതുണ്ട് അല്ലെ? യെസ്, അതിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ഇൻട്രോയിൽ ചോദിച്ച ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളെ മനസ്സിലുണ്ടാവും. ഇതിന് പിന്നിൽ കൃത്യമായിട്ടൊരു കാരണമുണ്ട് കേട്ടോ. മറ്റൊരു നോട്ട് നിരോധനം വരുന്നതിനേക്കാൾ നമ്മുടെ പോക്കറ്റുകളിലേക്ക് പ്ലാസ്റ്റിക് നോട്ടുകൾ അഥവാ പോളിമർ കറൻസി എത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തി കഴിഞ്ഞിരിക്കുന്നു. RBI തങ്ങളുടെ ഒരു പതിറ്റാണ്ട് പഴക്കമുള്ള പ്ലാനിന് ജീവൻ നൽകുകയാണെന്നാണ് പല പ്രമുഖ ബിസിനസ് മാധ്യമങ്ങളിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു പുതിയ പ്ലാസ്റ്റിക് നോട്ട് പ്രോജക്റ്റ്, RBI മീറ്റിംഗിൽ എന്തൊക്കെയാണ് സംഭവിച്ചു എന്നുള്ളതൊന്ന് ബ്രീഫ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ പേയ്മെന്റുകൾ എത്രയൊക്കെ വളർന്നു കഴിഞ്ഞാലും നമ്മുടെ നാട്ടില് ക്യാഷിന്റെ, അതായത് നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ഈ ലിക്വിഡ് പൈസയില്ല നമ്മുടെ കയ്യിൽ വെക്കുന്നത്, ഇതിന്റെ ഡിമാൻഡ് ഒട്ടും കുറയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കറൻസിയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യകത നിറവേറ്റാൻ പ്ലാസ്റ്റിക് നോട്ടുകളുടെ ഒരു പൈലറ്റ് പ്രൊജക്റ്റിലേക്കാണ് RBI കടക്കാൻ പോകുന്നത്. ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് RBIയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കഴിഞ്ഞ 2 പ്രധാന യോഗങ്ങൾ പട്നയിലും മുംബൈയിലുമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ യോഗത്തിൽ ഇക്കാര്യം വളരെ ഗൗരവത്തോടു കൂടെയാണ് ചർച്ച ചെയ്യപ്പെട്ടത്. നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന പേപ്പർ നോട്ടുകളെ അപേക്ഷിച്ച് ഈ പോളിമർ നോട്ടുകളുടെ നിർമ്മാണ ചെലവ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ട് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇവ പെട്ടെന്നൊന്നും അങ്ങനെ കേടാവുന്നില്ല, കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും. സോ ഇതെല്ലാം കണക്കിലെടുത്ത് പൊതുജനങ്ങൾക്കായി പ്ലാസ്റ്റിക് നോട്ടുകളുടെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആണ് RBI ഉടൻ തന്നെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിനൊരു സാധ്യതയുണ്ട്. നോട്ടുകൾ അച്ചടിക്കാൻ RBI ചെലവഴിക്കുന്ന കോടികളുടെ കണക്ക് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരു ചോദ്യം ഏർന്നേക്കാം, നമ്മുടെ പേപ്പർ നോട്ടുകൾക്ക് ഇപ്പൊ എന്താ ഒരു കുഴപ്പം അല്ലെ? വെറുതെ ഇനിയിപ്പോ ഒരു പ്ലാസ്റ്റിക് നോട്ട് എന്ന് പറഞ്ഞൊരു ഇനീഷ്യേറ്റീവ് വേണോ? നമ്മളൊക്കെ ഫോൺ പേയും ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ച് ഫുൾ ഡിജിറ്റൽ ആയില്ലേ? പിന്നെ എന്തിനാണ് ഈ RBI പ്ലാസ്റ്റിക് നോട്ടിന് പുറകെ പോകുന്നത്? എങ്ങനെയെങ്കിലും നമുക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാവും. ഇതിനൊക്കെ ഉള്ള ഉത്തരം ഞാൻ പറയാം കേട്ടോ. നോട്ടുകൾ അച്ചടിക്കുന്നതിനുള്ള ചെലവ് എന്താണെന്ന് അറിയോ? ഗവൺമെന്റിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ RBIയുടെ നമ്മുടെ വാർഷിക റിപ്പോർട്ടിലെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഞാൻ പോലും ഇപ്പൊ ഈ ഒരു ഇതിനെപ്പറ്റി പഠിച്ച് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴാണ് അറിയുന്നത്. അതായത് നമ്മൾ സുരക്ഷിതമായ ഈ പേപ്പർ കറൻസി നോട്ടുകൾ അച്ചടിക്കാൻ മാത്രം നമ്മുടെ RBI ചെലവഴിച്ചത് 6372.8 കോടി രൂപയാണ്. ജസ്റ്റ് ഇമാജിൻ ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ വേൾഡില് പേപ്പർ കറൻസി ഉണ്ടാക്കാൻ. അതുമല്ല തൊട്ട് മുമ്പത്തെ വർഷം ഈ ഒരു ചെലവ് 51.4 കോടി രൂപയായിരുന്നു. അതായത് ഡിജിറ്റൽ ഇടപാടുകൾ അന്നന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? പക്ഷെ നോട്ടുകൾ അച്ചടിക്കുന്നതിനുള്ള ആവശ്യകതയും അതിനു വേണ്ടിയിട്ടുള്ള ചെലവും അതേപടി മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയും എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനൊരു മാർഗം സ്വീകരിക്കാൻ പോകുന്നത്. ഇപ്പൊ നോട്ടുകൾ വീണ്ടും അച്ചടിക്കുന്നതിന് പകരം വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കുന്ന പോളിമർ നോട്ടുകൾ അവതരിപ്പിച്ചാലോ?
അത് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു കൺക്ലൂഷനിലേക്ക് ഇപ്പം RBI എത്തിയിരിക്കുന്നത്. നമുക്കറിയാം കീറിയതും അഴുക്കുമായിട്ടുള്ള നോട്ടുകളൊക്കെ എന്നും നമ്മുടെ തലവേന അല്ലേ. നമ്മൾ കീറിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് മാറ്റി തരുമോ ചോദിക്കും. ചില ബാങ്കിൽ നമുക്ക് മാറ്റി തരും, ചിലർ ഒരു RBIയിലേക്ക് പോകണം എന്നൊക്കെ അല്ലെ. ഒരു വശത്ത് RBI ഈ പൈസ അച്ചടിച്ച് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചെലവ് സഹിച്ചിരിക്കുകയാണ്. മറുഭാഗത്ത് നമ്മൾ ഓരോ ദിവസവും കീറിയതും അഴുക്കായതുമായിട്ടുള്ള നോട്ടുകൾ RBIയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് മറ്റൊരു തലവേദന ഉണ്ടാക്കി കൊടുക്കുന്നു. സോ ഈ ഒരു സാഹചര്യത്തിലാണ് RBI വിചാരിക്കുന്നത് ഇങ്ങനെ പെട്ടെന്ന് നശിച്ചു പോണ ഒരു നോട്ട് നമ്മൾ ഇത്രയും പൈസയും കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മളെ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് വരുന്നത്. ഈ സമയത്ത് ഒരു പ്ലാസ്റ്റിക് നോട്ടുകൾ അച്ചടിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും, പെട്ടെന്നൊന്നും കേടാവുകയില്ല. പോരാത്തതിന് എക്സ്പെൻസും കുറവാണ്. നമ്മൾ സാധാരണയായി നമ്മൾ പോക്കറ്റിൽ പൈസ വെച്ചിട്ട് അത് മറന്നു പോകും, എന്നിട്ട് ലാസ്റ്റ് വാഷിംഗ് മെഷീനിൽ ഇടും. അപ്പൊ അത് നനയും, അല്ലെങ്കിൽ മഴയത്ത് നനയും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ അറിയാതെ കീറിപ്പോവും. ചെറുതായിട്ടൊന്ന് കീറിയാൽ പോലും അത് ആൾക്കാർ എടുക്കില്ല. നമ്മൾ അതിൽ ടേപ്പ് ഒട്ടിച്ച് കടകളിലൊക്കെ കൊടുക്കാൻ നോക്കും, പക്ഷേ അവർ പറയും എടുക്കില്ല എന്നുള്ളത്. ഇനി അവരുടെ കണ്ണ് പെടാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഇനി നിൽക്കാൻ പോവുകയാണ്. പ്ലാസ്റ്റിക് നോട്ട് നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് ഇനി ലിക്വിഡ് മണി ഉപയോഗിക്കാൻ കഴിയും. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഈ കീറിയ നോട്ടുകളൊക്കെ കൊടുത്തിട്ട് അത് 2024-25 സാമ്പത്തിക വർഷത്തിൽ RBI നശിപ്പിച്ചു കളഞ്ഞത് 23.8 ബില്യൺ, അതായത് 2380 കോടി അഴുക്കായ നോട്ടുകളാണ്. മുന്നേ വർഷത്തെ എടുക്കുകയാണെങ്കിൽ 21.24 ബില്യണെ അപേക്ഷിച്ച് 12.3% വർധനവാണ് വന്നിരിക്കുന്നത്. ഇതിന് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നശിച്ചു പോകുന്ന നോട്ടുകളിൽ ഭൂരിഭാഗവും 500 നോട്ടുകളാണ്. തൊട്ട് പിന്നാലെ 100 രൂപയുടെ നോട്ടുകളും ഉണ്ട്. എന്നാൽ പ്ലാസ്റ്റിക് നോട്ടുകൾ വരികയാണെങ്കിൽ അവ നനഞ്ഞാലും ഒന്നും സംഭവിക്കില്ല, അത്ര പെട്ടെന്ന് കീറുമില്ല. ഇത് രാജ്യത്തിന്റെ ഖജനാവിന് ആയിരക്കണക്കിന് കോടി രൂപ ലാഭിക്കാൻ സഹായിക്കും. ഈ ഡിജിറ്റൽ ഇന്ത്യയിലും സത്യം പറഞ്ഞാൽ പണം തന്നെയാണ്, അതായത് ലിക്വിഡ് മണി തന്നെയാണ് കിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ഈ ഒരു UPI യുഗത്തിലാണ് ജീവിക്കുന്നത്. ചായക്കട മുതൽ ടോൾ പ്ലാസ വരെ എവിടെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിട്ടായിരിക്കും പൈസ കൊടുക്കുക. എങ്കിലും നമ്മൾ ഭാരതീയർക്ക് പണത്തിനോടുള്ള സ്നേഹം ഒത്തിരി പോലും കുറഞ്ഞിട്ടില്ല. RBIയുടെ കണക്കുകൾ പ്രകാരം വിപണിയിലുള്ള പണത്തിന്റെ ഒഴുക്ക്, അതായത് കറൻസി സർക്കുലേഷൻ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2026 മെയ് 15 കണക്കനുസരിച്ച് വിപണിയിലെ പണത്തിന്റെ വിനിമയം വരുന്നത് മുൻ വർഷത്തേക്കാൾ 11.5% വർദ്ധിച്ച് 42.86 ട്രില്യൺ രൂപത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന റെക്കോർഡാണ്. ഇപ്പൊ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 1.5 മാസത്തിനുള്ളിൽ മാത്രം വിപണിയിലെ പണത്തിന്റെ അളവ് വന്നിരിക്കുന്നത് 1.15 ട്രില്യൺ ആണ്. സോ ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് മനസ്സിലായി നിങ്ങൾക്ക്? ഞാനിപ്പോ കണക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷെ ഇതിന്റെ ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഡിജിറ്റൽ പേയ്മെന്റുകൾ എത്രയൊക്കെ വളർന്നു കഴിഞ്ഞാലും ആളുകള് കൈകളിൽ നേരിട്ട് പണം വേണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം എന്നുള്ളൊരു ആവശ്യം അവർക്കുണ്ട്. ഈ കാരണത്താൽ തന്നെയാണ് RBIക്ക് കൂടുതൽ ശക്തവും അല്ലെങ്കിൽ ഇനി ഒരുപാട് കാലം ഈട് നിൽക്കുന്നതുമായ ഒരു കറൻസി വ്യവസ്ഥ ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്കറിയാം നോട്ട് നിരോധനം പെട്ടെന്ന് ഒരു രാത്രിയിൽ വന്നതാണ്. സോ ഇങ്ങനെയുള്ള അൺസർട്ടനിറ്റി ഏത് നിമിഷവും നമ്മുടെ ലൈഫിലൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വേണ്ട 2 കാര്യങ്ങളാണ് ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും. സോ മാസത്തിൽ വെറും 400 രൂപ മുതൽ 500 രൂപ വരെ മാത്രം നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ടേം ഇൻഷുറൻസ് കിട്ടും. സോ ഞാനിപ്പോ പറയുന്നത് പോളിസി ബസാറിന്റെ ടേം ഇൻഷുറൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം ഒരുപാട് ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറെ വരുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ് അല്ലെ. സോ ഇതിൽ നിങ്ങൾക്ക് കോടികളാണ് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നത്. ടേം ഇൻഷുറൻസിനാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 15% വരെ ഡിസ്കൗണ്ടിൽ ലഭിക്കും. ഇനി ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറയാനാണെങ്കിൽ വെറും 400-500 രൂപ മുതൽ മന്ത്ലി നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻഷുറൻസ് പോളിസി ബസാറിൽ നിന്ന് എടുക്കാവുന്നതാണ്. പോളിസി ബസാറിൽ ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിന് 25% ഡിസ്കൗണ്ട് ഉണ്ട്. 51+ ഇൻഷുറൻസ് പാർട്ട്നേഴ്സ് ഉണ്ട്. അതിനോടൊപ്പം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് മാനേജറും ഉണ്ടാകും. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് വെറും 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ക്ലെയിം സപ്പോർട്ട് ലഭ്യമായിരിക്കും. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ ഈ ഒരു ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യാനും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അതുപോലെ കറൻസി നോട്ടുകളുടെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തുകകളുടെ നോട്ടുകളാണ്. അതായത് 10 രൂപ, 20 രൂപ. ഈ നോട്ടുകളൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ക്ഷാമമുണ്ട്, നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നിലവിൽ വിനിമയത്തിലുള്ള നോട്ടുകളിൽ ഇത്തരം ചെറിയ നോട്ടുകളുടെ പങ്ക് വളരെ കുറവാണ്. സോ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കഴിഞ്ഞ 2 വർഷമായി 10 രൂപ നോട്ട് ആകെ കറൻസിയുടെ 0.7% മാത്രമാണുള്ളത്. 20 രൂപ എന്ന് പറയുകയാണെങ്കിൽ വെറും 0.8%. സോ ഈ ഒരു കുറവ് നികത്താൻ നാണയങ്ങളുടെ ഉപയോഗം കൂട്ടാൻ RBI ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ 1.2 ബില്യൺ ആയിരുന്നു നാണയങ്ങളുടെ സപ്ലൈ എന്ന് പറയുന്നത്. സോ 2025 1.5 ബില്യണായി അത് ഉയർത്തി. ഇതിൽ 800 മില്യൺ 5 രൂപ നാണയങ്ങളും അതുപോലെ 400 മില്യൺ പുതിയ 20 രൂപ നാണയങ്ങളും ആയിരുന്നു കേട്ടോ.
എന്നാൽ RBIയുടെ ഈ ശ്രമം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഫലങ്ങളൊന്നും കണ്ടില്ല. കാരണം ഭാരമേറിയ നാണയങ്ങൾ ആരും നമ്മൾ പോക്കറ്റിൽ കൊണ്ട് നടക്കില്ല അല്ലെ. നമുക്ക് നോട്ടുകൾ തന്നെയാണ് എപ്പോഴും കംഫർട്ടബിൾ. അല്ലാതെ ചില്ലറ ഇട്ട് പോവാന്ന് പറഞ്ഞാൽ വെയിറ്റും ആണ്, മിസ്സാവുമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും അത് പ്രിഫർ ചെയ്യില്ല. സോ ഇന്ത്യയിൽ പ്ലാസ്റ്റിക് നോട്ടുകൾ കൊണ്ടുവരിക എന്നുള്ള ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നതല്ല. അതായത് ഒരു 10 വർഷം പുറകോട്ട് 2012 ഒന്ന് പോയി കഴിഞ്ഞാൽ അന്നത്തെ UPA സർക്കാർ 10 രൂപയുടെ 1 ബില്യൺ, അതായത് 100 കോടി കേട്ടോ, പോളിമർ അധിഷ്ഠിത പ്ലാസ്റ്റിക് നോട്ടുകൾ 5 പ്രധാന നഗരങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ സർക്കാർ വ്യക്തമായിട്ട് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് നോട്ടുകൾ കൊണ്ടുവരുന്നത് നോട്ടുകളുടെ ആയുസ് കൂട്ടാൻ വേണ്ടി മാത്രമാണ്. ഈ ഇത്രയും പൈസ കൊണ്ട് ഉണ്ടാക്കിയത് പെട്ടെന്ന് നമ്മൾ കേടായി പോകുന്നുണ്ടല്ലോ, അത് തടയാനാണ്, അല്ലാതെ കള്ളനോട്ട് തടയാനല്ലാന്ന്. പക്ഷെ എന്തോ ദൗർഭാഗ്യവശാൽ അന്ന് ആ പ്രോജക്റ്റ് പരാജയപ്പെടുകയും ഗവൺമെന്റിന് അത് ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സാങ്കേതികമായിട്ടുള്ള വെല്ലുവിളികൾ തന്നെയായിരുന്നു. നമുക്കറിയാം, നമ്മൾ ഇപ്പോഴാണ് ഒരുപാട് ഡെവലപ്പ് ആയത്. 2012 നമ്മുടെ രാജ്യത്തെ ATM മെഷീനുകളൊന്നും ഈ പ്ലാസ്റ്റിക് നോട്ടുകൾ തിരിച്ചറിയാനും വിതരണം ചെയ്യാനും തക്കവണ്ണം അത്രയും ആധുനികമായിരുന്നില്ല. സോ ഈ നോട്ടുകളുടെ കട്ടിയും ഘടനയും ATM സെൻസറുകൾക്ക് അനുയോജ്യമായിരുന്നില്ല. നമുക്കൊട്ട് പുതിയൊരു ATM അതിനുവേണ്ടി ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല. സോ എന്നാൽ ഇന്ന് സ്ഥിതി പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. AI ഭരിക്കുന്ന ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ കാലത്ത് നമുക്ക് യാതൊരു സാങ്കേതിക വിദ്യക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, നമ്മുടെ ഒരു വെല്ലുവിളിയല്ല. സോ ഇന്നത്തെ അത്യാധുനിക ATM മെഷീനുകൾക്ക് പോളിമർ നോട്ടുകൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. RBI ബോർഡ് വൃത്തങ്ങളും ഇത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും ഇപ്പോൾ നമ്മുടെ പക്കലുണ്ട്. പ്ലാസ്റ്റിക് നോട്ടുകൾ നമ്മൾ ഇന്ത്യക്ക് പുതിയതാണെങ്കിലും ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു പഴയ വാർത്ത തന്നെയാണ്. പക്ഷേ നിങ്ങളിതിൽ അത്ഭുതപ്പെട്ടേക്കാം. കാരണം ലോകമെമ്പാടുമുള്ള 60-ലധികം രാജ്യങ്ങൾ ഇതിനകം തന്നെ വിജയകരമായി പ്ലാസ്റ്റിക് നോട്ടുകൾ നമ്മൾ വിനിമയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 1988 ഓസ്ട്രേലിയയാണ് ലോകത്തിൽ ആദ്യമായി $10 കറൻസി പ്ലാസ്റ്റിക്കിൽ ഇറക്കി ഈ വിപ്ലവത്തിന് തുടക്കമിട്ടത്. തുടർന്ന് നമ്മുടെ അയൽരാജ്യങ്ങളായിട്ടുള്ള സിംഗപ്പൂർ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ എന്നിവയൊക്കെ പ്ലാസ്റ്റിക് നോട്ടുകളിലേക്ക് മാറിയിട്ടുണ്ട്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെ 1998 റൊമാനിയയാണ് ആദ്യമായി പ്ലാസ്റ്റിക് നോട്ടുകൾ ഉപയോഗിച്ചത്. കാനഡ 2011 ഇത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ലോകം ഭരിക്കുന്ന $US കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് കൊണ്ടല്ല കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്, മറിച്ച് വളരെ കാലം ഈട് നിൽക്കുന്ന പ്രത്യേക കോട്ടൺ ലിനൻ മിശ്രിതം ഉപയോഗിച്ചിട്ടാണ്. അതായത് പ്ലാസ്റ്റിക് അല്ലെങ്കിലും അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മാതിരി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇസ് അത്രയും ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ നോട്ട്. സോ ഇനി ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡിങ് പാർട്ടിലേക്ക് പോവുകയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇങ്ങനെ ഒരു ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഒരു ക്ലാരിറ്റി തരാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതിപ്പോ ടച്ച് ചെയ്ത് എല്ലാവർക്കും അറിയേണ്ട ഒരേ ഒരു കാര്യം, ഇന്ത്യയിൽ വീണ്ടും നോട്ട് നിരോധനം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് അല്ലെ. അതിന്റെ ആൻസർ ഞാൻ തരാം. പ്ലാസ്റ്റിക് നോട്ടുകൾ വന്നാൽ നിലവിലുള്ള പേപ്പർ നോട്ടുകളുടെ അവസ്ഥ എന്താകും? ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ. എന്നാൽ അതിനുള്ള ഉത്തരം ഞാൻ തരാം, ഒരിക്കലുമില്ല. ദയവായി അത്തരം വ്യാജ വാർത്തകൾ വിശ്വസിക്കാൻ നിൽക്കരുത്. RBIയുടെ ഈ പ്രൊജക്ട് കറൻസിയെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്രക്രിയയാണ്, അല്ലാതെ നിരോധിക്കാനുള്ളതല്ല. സോ ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ടതും ഇത് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്കറിയാം. അപ്പൊ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത ചില നഗരങ്ങളിലായിരിക്കും ഈ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് RBI നോട്ടുകൾ പുറത്തിറക്കുക. ആൻഡ് ഈ പ്ലാസ്റ്റിക് നോട്ടുകൾ വിപണിയിൽ വരുമ്പോഴും പഴയ പേപ്പർ നോട്ടുകളും അതുപോലെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം വിനിമയത്തിൽ ഉണ്ടാകും. അതൊന്നും നിർത്തലാക്കില്ല. അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാലക്രമേണ കീറിയതും പഴകിയതുമായിട്ടുള്ള പേപ്പർ നോട്ടുകൾ ബാങ്കുകളിൽ എത്തുന്നതിനനുസരിച്ച് അവയ്ക്ക് പകരമായി RBI പുതിയ പ്ലാസ്റ്റിക് നോട്ടുകൾ വിപണിയിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് നാട്ടുകാർ അസാധുവാക്കോ നോട്ടുകൾ എന്ന് ആലോചിച്ച് പരിഭ്രാന്തരാകേണ്ട. പകരം ടേപ്പ് ഒട്ടിച്ച് കീറിയ നോട്ടുകളൊക്കെ ഉപയോഗിക്കുന്നതിലെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഒരു മുക്തി ലഭിക്കും എന്നുള്ള കാര്യം ആലോചിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഒപ്പം നമ്മുടെ രാജ്യത്തിന്റെ ആയിരക്കണക്കിന് കോടി രൂപയുടെ അച്ചടി ചെലവ് കുറയ്ക്കുകയും നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്ത്യയിൽ പ്ലാസ്റ്റിക് നോട്ട് കൊണ്ടുവരാനുള്ള RBIയുടെ ഈ ഒരു തീരുമാനത്തെ കുറിച്ച് എന്താണ് ശരിക്കും നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ഇത് ശരിക്കും ഉപകാരപ്പെടുമോ, അല്ലെങ്കിൽ ഇത് വർക്ക് ആവുമോ? സോ നിങ്ങളുടെ ചിന്തകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളും ഈ ഒരു വീഡിയോന്റെ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സോ ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കീംസ് ഇതെല്ലാമാണ് നമ്മൾ ബോസ്വാലയിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കുക, ബോസ്വാല മലയാളം ജെനുവിൻ ഇൻഫോർമേഷൻസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. സോ ഇതുപോലുള്ള ഒരു ഇൻഫോർമേറ്റീവ് കണ്ടന്റ് വേണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.